ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. 1.25 നൂറ്റാണ്ട് മുൻപ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കോഴിക്കോട്ട് രൂപീകൃതമായ അച്യുതൻ ഗേൾസ് സ്കൂൾ ഇന്ന് 125ാം വാർഷികത്തിന്റെ നിറവിലാണ്. ഇന്ന് സാർവത്രികമായി നടക്കുന്ന സ്കൂൾ ബസിന്റെയും ഉച്ചഭക്ഷണ പരിപാടിയുടെയും ആദ്യ പതിപ്പ് നടപ്പിലാക്കിയതും ഈ സ്കൂളിലാണ്. അപ്പു നെടുങ്ങാടി എന്ന മഹാരഥന്റെ ഓർമ്മകളുമായി സ്കൂളിൽ ആഘോഷ പരിപാടികളുടെ സമാപനം നടക്കും. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കൊയിലാണ്ടിയിൽ പുരോഗമിക്കുന്നു. വിവിധ വിഭാഗങ്ങളിൽ ബാലുശ്ശേരി, ചേവായൂർ, കൊയിലാണ്ടി ഉപജില്ലകൾ മുന്നേറ്റം തുടരുന്നു. സംസ്ഥാന കേരളോത്സവത്തിന് സമാപനം. കോടതി വിധിയെ എതിർത്ത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് പ്രവർത്തിക്കുന്ന മദ്യഷോപ്പിനെതിരെ സമരം ശക്തമാക്കുമെന്ന് മദ്യനിരോധന സമിതി. വാർത്തകൾ വിശദമായി. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP വിഭാഗത്തിൽ ബാലുശ്ശേരി ഉപജില്ലയും ഹൈസ്കൂൾ വിഭാഗത്തിൽ കൊയിലാണ്ടി ഉപജില്ലയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചേവായൂർ ഉപജില്ലയും മുന്നേറ്റം തുടരുകയാണ്. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിന മത്സരങ്ങൾ സമാപനത്തോടടുക്കുമ്പോൾ UP വിഭാഗത്തിൽ ബാലുശ്ശേരി ഉപജില്ല 71 പോയിന്റുകളുമായി മുന്നിട്ട് നിൽക്കുകയാണ്. 65 പോയിന്റുമായി പേരാമ്പ്ര ഉപജില്ലയാണ് 2ാം സ്ഥാനത്ത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 139 പോയിന്റുമായി കൊയിലാണ്ടി 1ാം സ്ഥാനത്തും 129 പോയിന്റുകളോടെ കോഴിക്കോട് സിറ്റി 2ാം സ്ഥാനത്തും മത്സരം തുടരുന്നു. 206 പോയിന്റുകളുമായി ചേവായൂർ ഉപജില്ലയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനം അലങ്കരിക്കുന്നത്. 202 പോയിന്റുമായി കോഴിക്കോട് 2ാം സ്ഥാനത്തുമാണ്. അറബനമുട്ട്, വട്ടപ്പാട്ട്, ഭരതനാട്യം, നാടകം, മാർഗംകളി എന്നിവയാണ് 3ാം ദിനത്തിലെ പ്രധാന മത്സര ഇനങ്ങൾ. അപ്പീലുകളുടെ പ്രവാഹം മത്സരങ്ങൾ വൈകിക്കുന്നതായി പരക്കെ ആരോപണമുയർന്നു. 3ാം ദിന മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ 231 അപ്പീലുകളാണ് മത്സരത്തിനെത്തിയത്. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കൊയിലാണ്ടിയിൽ പുരോഗമിക്കുന്നു. കലോത്സവത്തിന്റെ 2ാം ദിനത്തിന് തിരശീല വീണപ്പോൾ തിരുവാതിരക്കളി, മോണോ ആക്ട് എന്നീ മത്സര ഇനങ്ങൾ പ്രേക്ഷക പ്രീതി നേടി. രണ്ടാം ദിനത്തിൽ മത്സരങ്ങൾ ആരംഭിക്കാൻ വൈകിയെന്ന പരാതിയുണ്ടായെങ്കിലും പരിപാടിയുടെ മികവ് കൊണ്ട് ഓരോ വേദിയിലും നിറഞ്ഞ സദസ്സുണ്ടായിരുന്നു. മോണോ ആക്ട്, ഓട്ടംതുള്ളൽ, ഒപ്പന, ഭരതനാട്യം, തിരുവാതിരക്കളി എന്നിവയായിരുന്നു 2ാം ദിനത്തിലെ കാണികളെ കയ്യിലെടുത്ത പ്രധാന ഇനങ്ങൾ. ഇതിൽ മോണോ ആക്ട് മത്സരത്തിൽ മത്സരാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് വിധികർത്താക്കൾ പ്രത്യേകം അഭിപ്രായപ്പെട്ടു. കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ P. അനുശ്രീ മോണോ ആക്ട് മത്സരത്തിൽ സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു.
ഇതിനിടെ തിരുവാതിരക്കളി വേദിയിൽ വിധികർത്താവ് കുട്ടികളോട് മോശമായ രീതിയിൽ സംസാരിച്ചതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടായി. തിരുവാതിരക്കളിയുടെ മത്സരഫലത്തിൽ പ്രതിഷേധിച്ചെത്തിയ കുട്ടികളോടാണ് വിധികർത്താവ് മോശമായി പെരുമാറിയത്. തിരുവാതിരക്കളിയിൽ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ 3 വിഭാഗത്തിലും കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ജേതാക്കളായത്. സന്ദർഭമതിലൊരു സ്വർണ്ണവർണ്ണത്തെ പൂണ്ടമാനീനെ കണ്ടു ദേവി ചഞ്ചലമെന്നെ അവൾ പഞ്ചവടിയിൽ നല്ല സഞ്ചാര. കായിക കരുത്തിന്റെ ആവേശം പകർന്ന സംസ്ഥാന കേരളോത്സവം കായിക മത്സരങ്ങൾക്ക് കോഴിക്കോട്ട് സമാപനമായി. ജില്ലയിലെ 7 വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. ജില്ലകൾ തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിനാണ് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി കോഴിക്കോട് ആതിഥ്യം വഹിച്ചത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച കേരളോത്സവം 2015 കായികമേളയ്ക്ക് കോഴിക്കോട് സമാപനമായി. 27 മുതൽ 30 വരെ മാനാഞ്ചിറ ബാസ്കറ്റ്ബോൾ ഗ്രൌണ്ട്, മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയം, SK പൊറ്റക്കാട് സാംസ്കാരിക നിലയം, ഇൻഡോർ സ്റ്റേഡിയം, ഈസ്റ്റ് നടക്കാവ് സ്പോർട്സ് കൌൺസിൽ സ്വിമ്മിംഗ് പൂൾ, മാനാഞ്ചിറ ബാസ്കറ്റ്ബോൾ ഗ്രൌണ്ട്, വേങ്ങേരി ഇൻഡോർ സ്റ്റേഡിയം എന്നിവിടങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പുരുഷ വിഭാഗം വോളിബോളിൽ കോഴിക്കോട് കാസർഗോഡിനെയും വനിതാ വിഭാഗത്തിൽ കണ്ണൂർ വയനാടിനെയും പരാജയപ്പെടുത്തി. കടുത്ത മത്സരങ്ങളാണ് ജില്ലകൾ തമ്മിലുണ്ടായിരുന്നത്. VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന വോളിബോൾ യുവത്വത്തിന്റെ കായിക കരുത്താണ് പ്രകടമാക്കിയത്. കായിക മത്സരത്തിന്റെ ദേശീയതല മത്സരങ്ങൾ ജനുവരി 18 റാഞ്ചിയിൽ നടക്കും. അത്ലറ്റിക്സ് മത്സരങ്ങളുടെ ഉദ്ഘാടനം ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ R. റോയ് നിർവഹിച്ചു. യുവജനക്ഷേമ ബോർഡ് അംഗം A. ഷിയാലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യുവജനക്ഷേമ ബോർഡ് മെമ്പർ സെക്രട്ടറി K. രാധാകൃഷ്ണൻ നായർ പതാക ഉയർത്തി. ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ K. പ്രസീത, സായി അത്ലറ്റിക് കോച്ച് MM സതീഷ്, മെഡിക്കൽ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സെൽവരാജ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ K. അഭിലാഷ്, ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി VK തങ്കച്ചൻ എന്നിവർ പ്രസംഗിച്ചു. കോഴിക്കോട് എരഞ്ഞിപ്പാലം പാസ്പോർട്ട് ഓഫീസിന് സമീപം ക്യാപ്റ്റൻ വിക്രം റോഡിൽ പ്രവർത്തിക്കുന്ന വിദേശ മദ്യ ഷോപ്പ് അടച്ചുപൂട്ടാതെ ബീവറേജസ് കോർപ്പറേഷൻ കോടതിയെ വെല്ലുവിളിക്കുകയാണെന്ന് മദ്യവിരുദ്ധ സമിതി. ഇതിനെതിരെ ജനുവരി 25 മുതൽ മദ്യഷാപ്പിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും മദ്യവിരുദ്ധ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ക്യാപ്റ്റൻ വിക്രം റോഡിലെ വിദേശ മദ്യഷോപ്പ് അടച്ചുപൂട്ടാൻ കോഴിക്കോട് മുൻസിഫ് കോടതിയും ജില്ലാ കോടതിയും ഉത്തരവായിട്ടും ബീവറേജസ് കോർപ്പറേഷൻ അധികൃതർ അതിനെ അനാദരിച്ച് മദ്യഷാപ്പ് തുടരുക വഴി കോടതി വിധിയെ വെല്ലുവിളിക്കുകയാണെന്ന് മദ്യവിരുദ്ധ സമിതി ഭാരവാഹികൾ പറഞ്ഞു. 2010 ഏപ്രിൽ 30 എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞതിന്റെ വെളിച്ചത്തിൽ കെട്ടിട ഉടമ കോർപ്പറേഷൻ അധികാരികൾക്ക് നോട്ടീസ് അയക്കുകയും മറുപടി കിട്ടാത്തതിനാൽ മുൻസിഫ് കോടതിയെ സമീപിക്കുകയും 2014 ഓഗസ്റ്റ് 30 മദ്യഷാപ്പ് ഒഴിയാൻ ഉത്തരവിടുകയും ചെയ്തു. ഈ വിധിക്കെതിരെ ബീവറേജസ് കോർപ്പറേഷൻ അധികൃതർ ജില്ലാ കോടതിയെ സമീപിക്കുകയും 2015 ഒക്ടോബർ 30 ജില്ലാ കോടതിയും മദ്യഷാപ്പ് ഒഴിയാൻ ഉത്തരവായതുമാണ്. ഈ 2 വിധികളെയും കാറ്റിൽ പറത്തി മദ്യഷാപ്പ് തുറന്ന് പ്രവർത്തിക്കുന്നത് കോടതി വിധിയെ അനാദരിക്കലും ജനാഭിലാഷത്തെ പുച്ഛിക്കലുമാണ്. വിക്രം റോഡിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനജീവിതം ദുസ്സഹമാക്കുന്ന ഈ മദ്യഷാപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും കേരള മദ്യനിരോധന സമിതിയും മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും കമ്മീഷണർക്കും കോഴിക്കോട് ജില്ലാ കളക്ടർക്കും നിവേദനം നൽകിയെങ്കിലും അനുകൂല നിലപാടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജനുവരി 11 തീയതി ബീവറേജസ് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. ജനുവരി 15, 16 തീയതികളിൽ കോഴിക്കോട് താലൂക്കിൽ പ്രചരണ പരിപാടി സംഘടിപ്പിക്കും. ജനുവരി 25 മുതൽ മദ്യഷാപ്പിന് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുമെന്നും പ്രൊഫസർ OJ ചിന്നമ്മ, പ്രൊഫസർ T. രവീന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks.
കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. ഖാദി ഓണമേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ജസ്റ്റിസ് വി ബാലകൃഷ്ണ ഏറാടി മാതൃകാ ജഡ്ജി ആയിരുന്നെന്നും കേരളം അംഗീകരിക്കേണ്ട വ്യക്തിത്വമായിരുന്നെന്നും കോഴിക്കോട് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് എ ശങ്കരൻ നായർ. ഏറാടിയുടെ 5ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നളന്തയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജസ്റ്റിസ് വി ബാലകൃഷ്ണ ഏറാടി മാതൃകാ ജഡ്ജിയായിരുന്നെന്നും എന്തുകൊണ്ടും കേരളത്തിൽ അംഗീകരിക്കപ്പെടേണ്ട വ്യക്തിത്വമായിരുന്നെന്നും കോഴിക്കോട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് എ ശങ്കരൻ നായർ. ജസ്റ്റിസ് വി ബാലകൃഷ്ണ ഏറാടിയുടെ 5ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് നാളന്തയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനവും വിദ്യാർത്ഥികൾക്കുള്ള പഠന സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുപ്രീംകോടതി ജഡ്ജിയും ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പ്രഥമ പ്രസിഡന്റുമായിരുന്ന അദ്ദേഹത്തെ വരും തലമുറയും അനുസ്മരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് തന്നെയാണ് ജഡ്ജിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഭാവി തലമുറ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ തികച്ചും മാതൃകാപരമായ ഒരു ജഡ്ജിയാണ്. എന്തുകൊണ്ട് കേരളീയർക്ക് അഭിമാനിക്കാവുന്ന ഒരു ജഡ്ജിയാണ് ബാലകൃഷ്ണ ഏറാടി. അത് വരും തലമുറ, പ്രത്യേകിച്ചും ജുഡീഷ്യറി എന്നും സ്മരിക്കപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി. കോഴിക്കോട് ജില്ലാ ഉപഭോക്തൃ വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് PI അജയൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ കോഴിക്കോട് സബ് കളക്ടർ K ഗോപാലകൃഷ്ണൻ IAS മുഖ്യപ്രഭാഷണം നടത്തി. വ്യക്തിത്വ വികസനമെന്ന വിഷയത്തിൽ ഡോക്ടർ VKS മേനോൻ, യോഗാചാര്യൻ N വിജയരാഘവൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷെവലിയാർ CE ചാക്കുണ്ണി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മലബാർ കലാപം ഒരു പുനർവായന എന്ന പുസ്തകം നടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു. മലബാർ കലാപത്തെ പുതിയ വീക്ഷണത്തിലൂടെ അവതരിപ്പിച്ച് ഡോക്ടർ KT ജലീൽ MLA രചിച്ചതാണ് പുസ്തകം. ആർട്ടിസ്റ്റ് നമ്പൂതിരി പുസ്തകം ഏറ്റുവാങ്ങി. മലബാർ കലാപത്തെ പുതിയ വീക്ഷണത്തിലൂടെ അവതരിപ്പിച്ച് ഡോക്ടർ KT ജലീൽ MLA രചിച്ച മലബാർ കലാപം ഒരു പുനർവായന മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു. എടപ്പാൾ ടൌണിൽ പ്രത്യേകം തയ്യാറാക്കിയ മോഴിക്കുന്നത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് നഗറിൽ ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ സദസ്സിൽ വരയുടെ കുലപതി ആർട്ടിസ്റ്റ് നമ്പൂതിരി പുസ്തകം ഏറ്റുവാങ്ങി. സാമ്രാജ്യത്വ വിരുദ്ധ സമരമായ മലബാർ കലാപത്തെ ഇകഴ്ത്തി കാണിക്കാൻ കാലാകാലങ്ങളായി നടക്കുന്ന ശ്രമങ്ങളെ തുറന്നുകാട്ടി കലാപത്തെ വസ്തുതാപരമായി വിലയിരുത്തുന്നതാണ് മലബാർ കലാപം ഒരു പുനർവായന. വായന മരിക്കുന്നു എന്ന ആശങ്ക അസ്ഥാനത്താണെന്ന് മമ്മൂട്ടി പറഞ്ഞു. ഒരു മലയാളി ഒരു വർഷം പത്രമാധ്യമങ്ങൾക്കും പുസ്തകങ്ങൾക്കുമായി 17,000 രൂപ ചെലവഴിക്കുന്നുണ്ടെന്നാണ് കണക്ക്. മറ്റൊരു ഭാഷയ്ക്കും ഇത് അവകാശപ്പെടാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. P സുരേന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തി. ചരിത്രകാരൻ ഡോക്ടർ T ജമാൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ദേശാഭിമാനി മലപ്പുറം യൂണിറ്റ് മാനേജർ EN മോഹൻദാസ്, P ജ്യോതിബാസ്, ഡോക്ടർ KT ജലീൽ MLA, അഡ്വക്കേറ്റ് MB ഫൈസൽ, C രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മലയാളികൾക്ക് അറബി ഭാഷയിൽ എളുപ്പത്തിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന ദി അഡ്രസ് എന്ന ഗ്രന്ഥം പുറത്തിറങ്ങുന്നു. ഡോക്ടർ PT അബ്ദുൾ റഹ്മാനാണ് ഗ്രന്ഥകർത്താവ്. ഡിസംബർ 31 വല്ലപ്പുഴയിൽ പ്രകാശനം നടക്കും. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയിൽ ആശയവിനിമയം ചെയ്യാൻ കഴിയുന്നത് തൊഴിൽ നേടാനും തൊഴിലിടങ്ങളിൽ ശോഭിക്കാനും ഏറെ സഹായകരമാകും. അതിനെ സഹായിക്കുന്നതാണ് ഡോക്ടർ PT അബ്ദുറഹിമാൻ രചിച്ച ദി അഡ്രസ് എന്ന ഗ്രന്ഥം. നിത്യജീവിതത്തിൽ നാം ദിവസേന നടത്തുന്ന ഉപചാര വാക്കുകൾ മുതൽ വിവിധ ഓഫീസുകളിലും യാത്രയിലും മറ്റും നടത്തേണ്ടി വരുന്ന ആശയവിനിമയത്തിനുള്ള ഉചിത വാക്കുകൾ വരെ അതത് ഭാഷകളുടെ തനിമയിൽ എങ്ങനെ അവതരിപ്പിക്കാമെന്നതാണ് ഈ ഗ്രന്ഥം ലളിതമായി പഠിപ്പിക്കുന്നത്. ഏതൊരു ഭാഷയും അതിന്റെ തനിമയിൽ ആശയവിനിമയം ചെയ്യാൻ കഴിയുന്നവർക്ക് ആരെയും ആകർഷിക്കാൻ കഴിയും. അതിനുള്ള ചവിട്ടുപടിയാണ് ഈ ഗ്രന്ഥമെന്നും ഗ്രന്ഥകർത്താവ് പറഞ്ഞു. കോഴിക്കോട്ടെ ആസ്യൂട്ട് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പുസ്തകത്തിന്റെ പ്രകാശനം ഡിസംബർ 31 വൈകിട്ട് വല്ലപ്പുഴയിൽ നടക്കും. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ അഹമ്മദ് കബീർ ബാക്കഫി നിർവഹിക്കുമെന്ന് ഡോക്ടർ PT അബ്ദുൾ റഹ്മാൻ, A സജീവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാത്തവരാണ് മിക്ക തൊഴിലാളികളെന്നും ഇതിനൊരു മാറ്റം വേണമെന്നും അഡ്വക്കേറ്റ് M രാജൻ. യുണൈറ്റഡ് സെക്യൂരിറ്റി ഓഫ് എക്സ് സർവീസിന്റെ 27ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
അർഹിക്കപ്പെടുന്നവർക്ക് ക്ഷേമനിധിയിൽ അംഗമാകാൻ കഴിയുന്നില്ലെന്ന് INDC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ. യുണൈറ്റഡ് സെക്യൂരിറ്റി സൊസൈറ്റി ഓഫ് എക്സ് സർവീസ്മെൻ 27ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേമനിധിയിൽ എങ്ങനെ അംഗമാകണമെന്നറിയാത്തവരാണ് ഇവരിൽ പലരുമെന്നും ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്നാണ് ഈ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിന്റെ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും വളരെ ചെറുപ്പക്കാരായ ആളുകൾക്കും എന്തൊരു പ്രയാസമാണ്. ഞാൻ പലപ്പോഴും ചോദിക്കാറ്. ഞാൻ പല സ്ഥലത്തും ഈ ഓരോ ആളുകളൊക്കെ മലബാർ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും വേറെ ഏത് ഇതിൽ പോവുകയാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു രംഗം കൊതുക് കടിയേറ്റ് കാവിൽ സെക്യൂരിറ്റിക്കാരെ. യുണൈറ്റഡ് സെക്യൂരിറ്റി സൊസൈറ്റി ഓഫ് എക്സ് സർവീസ്മെൻ പ്രസിഡന്റ് KT അരവിന്ദാക്ഷൻ അധ്യക്ഷൻ വഹിച്ച ചടങ്ങിൽ മുൻ SP N. സുഭാഷ് ബാബു, ഡോക്ടർ MP പത്മനാഭൻ, ഡോക്ടർ TM രവീന്ദ്രൻ, PT ഉമാനാഥൻ, K. അനന്തൻ നായർ, ജോയ് വളവിൽ, അഡ്വക്കേറ്റ് സൂര്യനാരായണൻ, OKU നായർ, T. വാസുദേവൻ, K. റുക്കിയ ബിവി എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഖാദി ഓണമേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായിത്തെരുവ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. ബാല്യം ഞങ്ങളുടെ അവകാശം എന്ന മുദ്രാവാക്യമുയർത്തി ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ബാലദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു. ബാലസംഘം അരക്കിണർ ബേപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ വർണ്ണ ബലൂണുകളേന്തി നിരവധി കുട്ടികൾ അണിനിരന്നു. ബാല്യം ഞങ്ങളുടെ അവകാശം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ബാലദിന ഘോഷയാത്ര സംഘടിപ്പിച്ചത്. വർണ്ണ ബലൂണുകളും നവോത്ഥാന നായകരുടെ ഛായാചിത്രങ്ങളും കുട്ടികളുടെ അവകാശങ്ങൾ രേഖപ്പെടുത്തിയ പ്ലക്കാർഡുകളുമേന്തി ആയിരക്കണക്കിന് കുട്ടികൾ സംസ്ഥാനത്തുടനീളമുള്ള ഘോഷയാത്രയിൽ അണിനിരന്നു. ബാലസംഘം അരക്കിണർ ബേപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന റാലിയിൽ കുട്ടികൾക്കൊപ്പം മുതിർന്നവരും പങ്കെടുത്തു. ബേപ്പൂർ ഹൈസ്കൂൾ പരിസരത്തു നിന്നും മാത്തോട്ടത്തു നിന്നും ആരംഭിച്ച റാലി നടുവട്ടത്ത് സമാപിച്ചു. P. ദേവരാജൻ, MK ഹെഗൽ, N. സദു, ശശി, T. മഹേഷ്, P. റസൽ, P. ജലജ, പേരോത്ത് ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. 1938 ഡിസംബർ 28-ന് കല്യാശ്ശേരിയിൽ ദേശീയ ബാലസംഘം പിറവികൊണ്ടതിന്റെ ഭാഗമായാണ് ബാലദിനം ആഘോഷിക്കുന്നത്.
ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 125-ാം വാർഷികാഘോഷങ്ങളുടെ സമാപനം ജനുവരി 1-2 തീയതികളിൽ നടക്കും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ റഫറൻസ് ലൈബ്രറി പൂർത്തിയാക്കുമെന്ന് സ്കൂൾ സാരഥികൾ പറഞ്ഞു. സമാപന സമ്മേളനം പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട്ടെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുകയെന്ന ലക്ഷ്യത്തോടെ 1.25 നൂറ്റാണ്ട് മുൻപ് TM അപ്പുനെടുങ്ങാട് ആരംഭിച്ചതാണ് അച്യുതൻ ഗേൾസ് സ്കൂൾ. ഇന്ന് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച നിലവാരമാണ് സ്കൂൾ പുലർത്തിവരുന്നത്. 2015 മാർച്ച് മാസത്തിൽ ആരംഭിച്ച 125-ാം വാർഷിക പരിപാടികൾ സമാപനത്തിലേക്ക് എത്തുകയാണ്. ഇതിനോടകം ലോഗോ പ്രകാശനം, ഗ്രീൻ മെസഞ്ചേഴ്സ് ടീം രൂപീകരണം, പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണ പരിപാടികൾ, വായനാ വാരാഘോഷ പരിപാടികൾ, നാടക ക്യാമ്പ്, ഗണിതശാസ്ത്ര ശില്പശാല തുടങ്ങി ഒട്ടേറെ പരിപാടികൾ വിജയകരമായി പൂർത്തിയാക്കിയതായി സ്കൂൾ പ്രതിനിധികൾ പറഞ്ഞു. 125-ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് അപ്പുനെടുങ്ങാടി സ്മാരക റഫറൻസ് ലൈബ്രറി സ്കൂളിൽ പ്രാവർത്തികമാക്കുമെന്നും സ്കൂൾ സാരഥികൾ പറഞ്ഞു. ജനുവരി 1-2 തീയതികളിൽ നടക്കുന്ന ആഘോഷ സമാപന പരിപാടികൾ മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്യും. മേയർ, ഡെപ്യൂട്ടി മേയർ, കൌൺസിൽ പ്രതിനിധികൾ എന്നിവരെ കൂടാതെ കലാ സാംസ്കാരിക രംഗത്തെ പ്രശസ്തരും സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കും. മിംസ് ഇനി ആസ്റ്റർ മിംസ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുകയെന്ന് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ. ഇതോടെ മിംസിന്റെ കേരളത്തിലെ സ്ഥാപനങ്ങൾ 9 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ ഭാഗമാകും. ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വടക്കൻ കേരളത്തിലെ പ്രമുഖ ആരോഗ്യ സേവന ദാതാക്കളായ മിംസ് ഇനി മുതൽ ആസ്റ്റർ മിംസ് എന്നറിയപ്പെടും. ആസ്റ്റർ DM ഹെൽത്ത് കെയർ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി മിംസിനെ 9 രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന 293 മെഡിക്കൽ സ്ഥാപന ശൃംഖലയുടെ ഭാഗമാക്കും. ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ സംരക്ഷണ സൌകര്യങ്ങളും മികച്ച ഡോക്ടർമാരും മെഡിക്കൽ പ്രൊഫഷണലുകളും സാങ്കേതികവിദ്യയും മികച്ച പരിരക്ഷാ സംസ്കാരവും ഉറപ്പുവരുത്തുന്നതിനാണിത്. 2001 600 കിടക്കകളുമായി ഏറ്റവും ആധുനിക മൾട്ടി സ്പെഷ്യാലിറ്റി സൌകര്യങ്ങളോടെ തുടക്കമിട്ട മിംസ് കോഴിക്കോട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ NBH അക്രഡിറ്റേഷൻ നേടിയ ആശുപത്രിയാണ്. 200 കിടക്കകളോടെ ആരംഭിച്ച ദ്വിതീയ ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കുന്ന മിംസ് കോട്ടയ്ക്കൽ 2009 പ്രവർത്തനം തുടങ്ങിയത്. ഈ ആശുപത്രിക്കും NBH അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. മിംസ് കോഴിക്കോടും മിംസ് കോട്ടയ്ക്കലും ചേർന്ന് ആസ്റ്ററിനു കീഴിൽ 4000 കിടക്കകളുള്ള ആരോഗ്യരക്ഷാ ശൃംഖലയുടെ ഭാഗമായി മാറും. ആസ്റ്ററിന്റെ 14,000 വരുന്ന അന്താരാഷ്ട്ര ടീമിന്റെ ഭാഗമാകും മിംസ് ടീം. ഇതോടെ ആസ്റ്റർ DM ഹെൽത്ത് കെയർ കേരളത്തിലെ ഏറ്റവും വലിയ ആരോഗ്യരക്ഷാദാതാക്കളും തെക്കുകിഴക്കൻ ഏഷ്യയിലെ വൈദ്യശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ ഏറ്റവും വലിയ ശൃംഖലയുമായി മാറും. ആസ്റ്റർ DM ഹെൽത്ത് കെയറിനെ ലോകമെങ്ങുമായി വിവിധ ഭാഷകളിലും സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലായി ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഉയർന്ന ഗുണമേന്മ ലഭ്യമാക്കുന്ന ബ്രാൻഡ് അനുഭവമായി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്ന് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. 3 പതിറ്റാണ്ടുകളുടെ ആഗോളാനുഭവവും സവിശേഷമായ ആരോഗ്യ സംരക്ഷണ സംസ്കാരവുമായി വി വിൽ ട്രീറ്റ് യു വെൽ എന്ന മുദ്രാവാക്യത്തിലൂടെ ലളിതമായ വാഗ്ദാനമാണ് ആസ്റ്റർ DM ഹെൽത്ത് കെയർ നൽകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബ്രാൻഡുകളുടെ ഏകോപനത്തിലൂടെ കേരളത്തിലെ 2 സ്ഥാപനങ്ങളെ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി രൂപാന്തരം വരുത്തുകയും പുതിയ നാഴികക്കല്ലുകൾ പിന്നിടുകയും ചെയ്യുന്നതിനൊപ്പം സമഗ്രമായ ഉയർന്ന ഗുണമേന്മയുള്ള ആരോഗ്യ സംരക്ഷണം രോഗികൾക്ക് ഉറപ്പുവരുത്തുന്നതിനുമാണ് പരിശ്രമിക്കുന്നതെന്ന് ആസ്റ്റർ മിംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ U ബഷീർ പറഞ്ഞു. മിംസ് ഹോസ്പിറ്റലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആസ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ, ആസ്റ്റർ മിംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ U ബഷീർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ രാഹുൽ R മേനോൻ, ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചീഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ K കാർത്തികേയ വർമ്മ, ചീഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ PM ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതിദത്ത നിറങ്ങൾ കൊണ്ട് മറഞ്ഞുപോയ കാർഷിക സംസ്കാരത്തെയും പ്രകൃതിയെയും തിരികെ വിളിക്കുകയാണ് ചിത്രകാരൻ CK ഷിബുരാജ്. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ചിത്രപ്രദർശനത്തിന് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. പ്രകൃതിയുടെ നിറമാർന്ന വർണ്ണങ്ങൾ ക്യാൻവാസിലാക്കിയ CK ഷിബുരാജിന്റെ ചിത്രപ്രദർശനത്തിന് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഭാകരൻ K അധ്യക്ഷനായിരുന്നു. സുധീഷ് VM, ഷാജി NS, സുനിൽ അശോകപുരം, സത്യദാസ് മേച്ചേരിക്കുന്ന്, വേണുഗോപാൽ നായർകുഴി, KP വിജയൻ മാവൂർ, സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രകൃതിയിൽ നിന്ന് തന്നെ വർണ്ണങ്ങൾ തിരഞ്ഞെടുത്താണ് ഷിബുരാജ് തന്റെ ചിത്രങ്ങൾക്ക് ഭാവം പകർന്നത്. മനുഷ്യൻ ചൂഷണം ചെയ്യുന്ന പ്രകൃതിയെ തിരിച്ചുകൊണ്ടുവരാനാണ് ചിത്രകാരന്റെ ശ്രമം. പച്ചിലച്ചാറുകൾ കൊണ്ട് പ്രകൃതി വർണ്ണങ്ങൾ നിർമ്മിച്ച് പ്രകൃതിയെ അടുത്തറിയുകയാണ് ചിത്രകാരൻ. പ്രകൃതിയെ സംരക്ഷിക്കുക, പഴമയെ തിരിച്ചുകൊണ്ടുവരിക എന്നതാണ് ചിത്രപ്രദർശനത്തിന്റെ ലക്ഷ്യം. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്ത് പ്രകൃതിയെ നാശത്തിന്റെ വക്കിലേക്ക് എത്തിക്കുന്ന സ്വാർത്ഥ താൽപര്യങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പ് കൂടിയാണ് പ്രദർശനം നൽകുന്നത്. കാർഷിക സംസ്കാരത്തെ മുന്നോട്ട് നയിക്കണമെന്ന സന്ദേശങ്ങളും ചിത്രങ്ങൾ പറയുന്നു. വാട്ടർ കളർ ചിത്രങ്ങളാണ് ഏറെയും. മാഞ്ഞുപോയ മലകൾ, കുന്നുകൾ, പർവ്വതങ്ങൾ എന്നിവയെല്ലാം ചിത്രങ്ങളിൽ തിരിച്ചുകൊണ്ടുവരാനും ചിത്രകാരൻ ശ്രമിക്കുന്നു. ചാർക്കോൾ ഉപയോഗിച്ചും പ്രകൃതിദത്തമായ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
ഷിബുരാജിന്റെ 25ഓളം ചിത്രങ്ങളുടെ പ്രദർശനമാണ് ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചത്. പ്രദർശനം ജനുവരി 3-ന് സമാപിക്കും. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് അവധി ദിവസങ്ങളിലും ബാങ്കിംഗ് സേവനവുമായി എത്തുന്നു. ഡിസംബർ 31-ന് മുതലക്കുളത്ത് ബാങ്കിംഗ് അറ്റ് 365x12 എന്ന പ്രഖ്യാപനം നടത്തും. പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ഘോഷയാത്ര നടത്തും. ഇനി മുതൽ ബാങ്കിന്റെ മാവൂർ റോഡ് ബ്രാഞ്ച് അവധിയില്ലാതെ പ്രവർത്തിക്കുമെന്നും ബാങ്ക് സാരഥികൾ പറഞ്ഞു. ഞാറ്റുവേല സാംസ്കാരിക പ്രവർത്തക സംഘം ജനുവരി 1-ന് രാവിലെ 9 മുതൽ കോഴിക്കോട് പബ്ലിക് ലൈബ്രറി പരിസരത്ത് ചുംബനത്തെരുവ് ഒരുക്കും. കെട്ടുതാലി ചുട്ടരിക്കൽ സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ചുംബനത്തെരുവിൽ യുവാക്കൾ പങ്കാളിത്ത ജീവിത പ്രഖ്യാപനം നടത്തും. പ്രതിരോധ മതിൽ തീർത്തുകൊണ്ട് പരിപാടികൾക്ക് തുടക്കം കുറിക്കും. പാട്ടുകളും നാടകങ്ങളും ചിത്രം വരകളുമായി പുരുഷാധിപത്യത്തിനും ജാതിക്കോയ്മയ്ക്കുമെതിരെ സമരം നടത്തുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചാലപ്പുറം പൌരാവലി മേയർ VKC മുഹമ്മദ് കോയ, ഡെപ്യൂട്ടി മേയർ മീര ദർശക്, വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവർക്ക് സ്വീകരണം നൽകി. PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PK കൃഷ്ണുണ്ണി രാജ അധ്യക്ഷം വഹിച്ചു. മേയറെ V രാമകൃഷ്ണൻ നേറാടി പൊന്നാടി അണിയിച്ചു. ഡെപ്യൂട്ടി മേയറെ ആമിന ബിയും കൌൺസിലറെ CA ഉമ്മർ കോയും പൊന്നാടി അണിയിച്ചു. മേയർക്ക് ക്ലബ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P സിദ്ധാർത്ഥനും, ഡെപ്യൂട്ടി മേയർക്ക് ക്ലബ് പ്രസിഡന്റ് E അനേഷ് കുമാറും, കൌൺസിലർക്ക് ക്ലബ് ട്രഷറർ KK ഹാജി കോയയും ഉപഹാരം നൽകി. ഗ്ലോബൽ വിഷൻ അവതരിപ്പിക്കുന്ന തെക്കേപ്പുറം ഡോക്യുമെന്ററി ഡോക്ടർ MGS നാരായണൻ സ്വിച്ച് ഓൺ ചെയ്തു. ഡോക്യുമെന്ററി കമ്മിറ്റി ചെയർമാൻ K അബൂബക്കർ അധ്യക്ഷം വഹിച്ചു. കൌൺസിലർമാരായ C അബ്ദുറഹ്മാൻ, PM നിയാസ്, ജയശ്രീ കീർത്തി, CP ശ്രീകല, ജനറൽ കൺവീനർ MV റംസി ഇസ്മായിൽ, ഡോക്ടർ KKN കുറുപ്പ്, ഹസൻ വാടിയിൽ, ഡോക്ടർ MH ഇല്യാസ്, ഡോക്ടർ P ശിവദാസൻ, UA ഖാദർ, KP കുഞ്ഞുമൂസ, EV ഉസ്മാൻ ഗോയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സരിത റഹ്മാൻ അവതരിപ്പിച്ച ഗസലും അരങ്ങേറി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കൊയിലാണ്ടിയിൽ പുരോഗമിക്കുന്നു. വിവിധ വിഭാഗങ്ങളിൽ ബാലുശ്ശേരി, ചേവായൂർ, കൊയിലാണ്ടി ഉപജില്ലകൾ മുന്നേറ്റം തുടരുന്നു. സംസ്ഥാന കേരളോത്സവത്തിന് സമാപനം. കോടതി വിധിയെ എതിർത്ത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് പ്രവർത്തിക്കുന്ന മദ്യഷോപ്പിനെതിരെ സമരം ശക്തമാക്കുമെന്ന് മദ്യനിരോധന സമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ജില്ലാ വാർത്തകൾ, the one and only daily news across your district. Log on www.jillavartagal.com. Independent, impartial, integral, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.